ഉമ്മാക്ക് കൈവിടാൻ പറ്റുമോ? ഉമ്മാക്ക് കൈവിടാൻ പറ്റുമോ? 2 കൊല്ലം മുലയൂട്ടി വളർത്തിയ സ്വന്തം മകളെ ഉമ്മാക്ക് കൈവിടാൻ പറ്റുമോ? ചോറ് തിന്നുന്ന ഉമ്മാക്ക് പറ്റില്ല. ജീവിതമൊരു പൂന്തോണി, ആ തോണിയിൽ അക്കരെ വരുവാൻ നീയും വരുമോ തോഴി, നീയും വരുമോ തോഴി. സ്വന്തം മകനെ നിന്റെ മുമ്പിലിട്ട് അവൻ അടിക്കുന്ന സമയത്ത് നിനക്ക് എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പറ്റിയോ ഷഹലെ? നിനക്ക് എന്തുകൊണ്ട് പറ്റിയില്ല? നീ എടുത്തു കൊണ്ടുപോയ 13 പവൻ സ്വർണം നിന്റെ സ്വന്തം ഭർത്താവായ പ്രവാസി ആ പുറം രാജ്യങ്ങളിൽ നിന്ന് കഷ്ടപ്പെട്ട് ചോര നീരാക്കി കൊണ്ടുവന്ന 13 പവൻ സ്വർണത്തിൽ നിന്നും അവൻ പറയുകയാണ്, നീ പോയ പരമനാറി പറയുകയാണ്, നമുക്കിത് പണയം വെക്കാം. നീ സമ്മതിച്ചില്ല. ആ സമയത്ത് നിനക്ക് എങ്ങനെ വന്ന് ഈ ബുദ്ധി? അത് പണയം വെക്കാൻ പാടില്ല എന്ന് പറയാൻ നിനക്ക് എങ്ങനെ വന്ന ബുദ്ധി? എല്ലാ കാമഭ്രാന്തന്മാർക്കും ഇതൊരു പാഠമാകട്ടെ, എല്ലാ കാമഭ്രാന്തികൾക്കും ഇതൊരു പാഠമാകട്ടെ. പറയാൻ വാക്കുകളില്ല ഇന്നിവിടെ. ഈ സമൂഹത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിയാമോ? ഈ ഷഹല എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു എന്താ സംഭവം എന്ന് പറയാൻ വാക്കുകളില്ല. ഈ ഷഹല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വെറും പാവമായിരുന്നു ഈ ഷഹല എന്ന് പറഞ്ഞ പെൺകുട്ടി. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും പേര് ദോഷം ആർക്കാണ് നിങ്ങൾക്കറിയില്ലേ സഹോദരന്മാരെ, സഹോദരിമാരെ? ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. ഈ വേലി ചാടുന്ന പെണ്ണും ആയിക്കോട്ടെ, ആണായിക്കോട്ടെ, എല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ. ജീവിതം എന്ന് പറയുന്നത് പല പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ്. ചില സമയങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ വാരി കോരിത്തരും നിങ്ങൾക്ക്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പോലും മനസ്സിലാകാൻ പറ്റാത്ത അത്രയും ദുഃഖപരമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമുണ്ടെങ്കിൽ ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഒരു 2 മിനിറ്റിൻ്റെ സമയത്തിന് വേണ്ടി ഈ ദൂർത്തടിച്ച് നടക്കുന്ന നിന്നെ പോലെയുള്ള കാമഭ്രാന്തന്മാർ, നിനക്കിനി നിൻ്റെ ഈ നാട്ടിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുവാടാ കാമഭ്രാന്ത നിനക്ക്? എങ്ങോട്ട് പോകും ഞാൻ? ഞാൻ പോയ അവനെ ഞാൻ ഉപേക്ഷിച്ചു. അവൻ്റെ സ്വഭാവങ്ങളെല്ലാം കണ്ട് എനിക്ക് മതിയായി. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് എനിക്ക് പോവാൻ പറ്റുമോ? അയാൾക്കെന്നെ വേണ്ട. ഞാൻ എങ്ങോട്ട് പോകും? ഉമ്മയല്ലാതെ എനിക്ക് വേറെ വഴികളില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നലറി വിളിച്ചിട്ട് വരുന്ന സമയത്ത് 2 കൈകളോടും കൂടി സ്വീകരിക്കുന്ന ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാകൂ. അതാണ് പൊന്നുമ്മ. നിങ്ങളൊക്കെ എത്ര വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളെയൊക്കെ മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു വ്യക്തി മാത്രമാണ് ഈ ഭൂമിയിൽ ഉണ്ടാവുക. അതാണ് ഉമ്മ, അല്ലെങ്കിൽ അമ്മ. മനസ്സിലാക്കുക. മക്കൾ എന്ത് വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്വന്തം പാത്രത്തിലെ ഭക്ഷണം പോലും കഴിക്കാതെ മക്കളെ ഭക്ഷണം തന്ന് കിടത്തി ഉറക്കുന്ന അമ്മമാരും ഉമ്മമാരും ഉണ്ട് ഈ ലോകത്ത്. മനസ്സിലാക്കുക ഷഹനെ, നിന്നെ ആർക്കും വേണ്ടാത്ത സമയത്ത് 2 കൈകളിലൂടെയും കൂടി ചേർത്ത് പിടിച്ച് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് നിൻ്റെ ഉമ്മ. ആ ഉമ്മാനെ നിനക്കൊന്ന് ഓർക്കാമായിരുന്നു. ഈ കാമഭ്രാന്തൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നിനക്കൊന്ന് നിൻ്റെ ഉമ്മയെക്കുറിച്ച് ഓർമ്മിക്കാമായിരുന്നു. നിനക്ക് നിൻ്റെ ഉമ്മയെ ഒന്ന് ഓർക്കാമായിരുന്നു. ആ 10 മാസം നൊന്ത് പ്രസവിച്ച ആ ഉമ്മയെ ഒന്ന് നിനക്കൊന്ന് ഓർക്കാമായിരുന്നു. എന്താ സഹോദരി, പറ്റേണ്ടത് പറ്റി. ഇനിയും ചാടേണ്ടവർ ഈ ഭൂമിയിൽ ഒരുപാടുണ്ടാകും. ഒന്നാലോചിക്കുക. ഇതേപോലത്തെ ഒരവസ്ഥ ഇനിയും ഒരു പെണ്ണിനും ഒരു ആണിനും വരാതിരിക്കട്ടെ. ആ കാമഭ്രാന്തനായ അവന് ഈ നാട്ടിൽ നിന്നല്ല എവിടെയൊരു ജോലി പോലും കിട്ടാത്തൊരവസ്ഥയാണ്. അവൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ഇനി കണ്ടറിയാം, കേട്ടറിയാം. എന്തായാലും ഭർത്താവിന് നിന്നെ സ്വീകരിക്കാതിരിക്കുമോ എന്താ ചെയ്യട്ടെ, അത് അവൻ്റെ ഇഷ്ടം. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇറങ്ങിപ്പോയി അവനെ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ തിരിച്ചു വന്നിരിക്കുകയാണ്.
ഈ സമയത്ത് നിന്നെ സ്വീകരിക്കാൻ ആരാണ് ഈ ഭൂമിയിലുണ്ടായത്? ഈ ഭൂമിയിൽ ആരാണുണ്ടായത്? 10 മാസം നെഞ്ചിലേറ്റി വളർത്തി വലുതാക്കിയ നിൻ്റെ സ്വന്തം ഉമ്മയല്ലേ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്? ഉമ്മാക്ക് കൈവിടാൻ പറ്റുമോ? ഉമ്മാക്ക് കൈവിടാൻ പറ്റുമോ? 2 കൊല്ലം മുലയൂട്ടി വളർത്തിയ സ്വന്തം മകളെ ഈ ഉമ്മാക്ക് കൈവിടാൻ പറ്റുമോ? ചോറ് തിന്നുന്ന ഉമ്മാക്ക് പറ്റില്ല. അതേപോലെ തന്നെ പ്രവാസിയായ ഭർത്താക്കന്മാരുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ഭാര്യ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ ഭാര്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ തന്നെ ചെയ്യാനുണ്ടാവും. നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പൈസ മൊത്തം നിങ്ങളുടെ വീട്ടിലെ വേറെ ആൾക്കാരുടെ അടുത്ത്, ഇതിപ്പോൾ നിങ്ങളുടെ സഹോദരിൻ്റെ അടുത്ത് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ നിങ്ങളുടെ സഹോദരൻ്റെ അടുത്താണ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പെണ്ണിന് മാസമുറ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, മെൻസസ് പീരീഡ്സ്. ആ സമയത്ത് നിങ്ങളുടെ സ്വന്തം സഹോദരൻ്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരടുത്തെങ്കിലും പോയിട്ട് പറയാൻ പറ്റുമോ, എനിക്കിങ്ങനത്തെ കാര്യങ്ങളുണ്ട്, എനിക്കത് വാങ്ങിച്ച് തരണമെന്ന്? അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കുക. പ്രവാസിയായ ഭർത്താക്കന്മാർ ഗൾഫിലുണ്ടാകുന്ന സമയത്ത്, ഭാര്യ നാട്ടിലുള്ള സമയത്ത് അവൾക്കും അവളുടെ ആവശ്യങ്ങളുണ്ടാകും. ഈ ഗൂഗിൾ പേ എല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക, മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. അതേപോലെ തന്നെ ഈ 2026 ഇതുവരെ ഫോൺ യൂസ് ചെയ്യാൻ പോലും അവൾക്കറിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പറ്റേണ്ടത് പറ്റി.